ഗൈസ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ നടന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 ദിവസത്തോളമായിട്ടുണ്ട് ഈ ഒരു സംഭവം നടന്നിട്ട്. അപ്പോൾ എനിക്ക് ആഹാരത്തിൻ്റെ വില എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആഹാരം വേസ്റ്റ് ആക്കരുത് എന്നുള്ളത്. നമ്മൾ പൊതുവെ ആഹാരം വേസ്റ്റ് ആക്കാത്തൊരു കൂട്ടത്തിലാണ്. എങ്കിൽ കൂടി ആഹാരത്തിൻ്റെ ഒരു വില ഒരാൾ പറയുമ്പോൾ അത്രത്തോളം അവരെത്ര വാല്യൂ കൊടുക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവണം നമുക്ക് ആ ഒരു ചെറിയ ചെറിയ സമയങ്ങളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കസിനാണ്, നമുക്ക് ഭക്ഷണമൊക്കെ ഒരു ചെറിയൊരു ട്രീറ്റ് പോലെ, വലിയ ഇതല്ല എങ്കിലും വൈകുന്നേരം എല്ലാവർക്കും കൂടി കൂടാമെന്ന് കരുതി വൈകുന്നേരത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ ചേർത്തല സ്റ്റാൻഡ് അടുത്ത് തന്നെ പച്ചലി എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിച്ചു. അവിടെ എല്ലാം നമ്മൾ നോൺ വെജ് ഐറ്റംസ് തന്നെയാണ് എല്ലാം ഉള്ളത്. അൽഫാം, മന്തി, കുഴിമന്തി, അതുപോലെ തന്നെ നമ്മുടെ ഷവർമ, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ജ്യൂസസ് ആണ് ഉള്ളത്, വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. നൈറ്റാണ് അവിടെ ഓപ്പണിംഗ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയ സമയത്ത് ഒരു അപ്പൂപ്പനെ കാണാനിടയുണ്ടായി കേട്ടോ. അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമുക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാറ് തിരിച്ചിടാനായിട്ടുള്ളൊരു ഇതിലായതുകൊണ്ട് തന്നെ മനസ്സിലായില്ല. പിന്നെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, മോനെ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് തരണം. കാരണം മിക്കവരും നമ്മളോട് ചോദിക്കുക പൈസ, അല്ലെങ്കിൽ പൈസയാണ് മിക്കവരും ചോദിക്കാതുള്ളത്. പക്ഷേ ഈ അപ്പൂപ്പൻ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഭക്ഷണം, ഞാൻ ഇന്ന് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭക്ഷണം എന്തെങ്കിലും വാങ്ങി തന്നെ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാനിവിടെ പറയാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി പറയാം. അങ്ങനെ ഹസ്ബൻഡ് പോയി ഉള്ളിൽ, നമ്മൾ അവിടെ വേറെ ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഫുൾ മന്തിയോ ഹാഫ് മന്തിയോ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന് കഴിക്കാനുള്ള ഐറ്റം പറഞ്ഞിട്ട് പേയ്മെൻറ്റും ചെയ്തിട്ട് പറഞ്ഞു അവിടെ ഇരുന്നോ, അവിടെ നിന്ന് വാങ്ങി കഴിക്കാം, ആൾ കൊണ്ടുവന്ന് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ സമയം അവിടെയാണ് അപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹാഫ് ആയിക്കോട്ടെ ഫുൾ ആയിക്കോട്ടെ 140 രൂപയ്ക്ക് എന്തോരം വാല്യൂ ഉണ്ട് എന്നുള്ളത് ആ അപ്പൂപ്പൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ അപ്പൂപ്പൻ പറയാനുണ്ടായിരുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആ അപ്പൂപ്പൻ പറയാം, മോനെ 140 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങാം, എനിക്ക് 2 പൊതി ചോറ് വാങ്ങാം, എനിക്ക് എന്തെങ്കിലും ചെറുകടി വാങ്ങാം. അതുകൊണ്ട് തന്നെ അയ്യോ അത്രയും രൂപക്കൊന്നും വേണ്ട, അവരുടെ ഒരു എക്സ്പ്രഷൻ, എനിക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ചായ കടിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും വിശപ്പ് കിടത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ വാങ്ങി കൊടുത്തു എന്നുള്ളതല്ല പറയുന്നത്. ആ 140 രൂപയ്ക്ക് ഉണ്ടായിരുന്ന ഒരു വാല്യൂ ആ ഭക്ഷണം, ആ അപ്പം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 പൊതി ചോറ് മേടിക്കാൻ പറ്റും ആ പൈസ കൊണ്ട്, എനിക്കൊരു ചായ ഒരു കടിയും കഴിക്കാനുള്ള പൈസ ഉണ്ട് ആ 140 രൂപ എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അവർക്ക് ആ പൈസയിലും ആ ഭക്ഷണത്തിലും അത്രയും വാല്യൂ കൊടുക്കുന്ന ആളാണ്. അതപ്പോൾ നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തോരം ആഹാരങ്ങളാണ് വേസ്റ്റ് ചെയ്യണം. 140 രൂപ എന്ന് പറയുമ്പോൾ 140 രൂപക്ക് ഒരു ഷേക്ക് കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. 140 രൂപയല്ലേ, അങ്ങനെയാണ് ചിന്തിക്കണം. പക്ഷെ ആ അപ്പൂപ്പൻ അത് പറഞ്ഞപ്പോഴേക്കും നമുക്ക്, എൻ്റെ ഹസ്ബൻഡിന് മണി വാല്യൂ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ വിഷമം 140 രൂപക്ക് 140 രൂപയുടെ വിലയുണ്ട്. അപ്പം പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ പുള്ളി ചിന്തിക്കുമ്പോഴും പുള്ളിക്ക് 2 പ്രാവശ്യം കഴിക്കാനുള്ള പൈസ ഉണ്ടെന്നുള്ളതാണ് ആ പുള്ളി പറയുന്നത്. കാരണം നമുക്ക് ചെറിയ വനിതകളുടെയൊക്കെ ഹോട്ടലും അതുപോലെ തന്നെ ചെറിയ ചെറിയ സംഘങ്ങളുടെ ഹോട്ടലൊക്കെ ഉണ്ട്, അവിടെ 50 രൂപയുള്ളൂ കേട്ടോ ഊണിന്. അപ്പോൾ പുള്ളി ഉദ്ദേശിക്കുമ്പോൾ ആ ഒരു ഊണ് വാങ്ങിയാൽ പുള്ളിക്ക് രാവിലെയും രാത്രിയും കഴിക്കാം. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയണത്. നമ്മൾ എന്തോരം പൈസയാണ്, എന്തോരം ആഹാരമാണ് വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്പൂപ്പൻ്റെ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ചെയ്തത് എടുത്തു പറയുന്നതല്ല, ആ ഒരു പൈസയ്ക്കും ആ ഒരു എന്താ പറയുക, ആ ഒരു ഫുഡിനുമുള്ളൊരു വാല്യൂ അത് എത്രത്തോളം മറ്റൊരാളുടെ കണ്ണിൽ നിന്ന് കാണുമ്പോഴാണ് നമുക്കത് എന്തൊരു ബുദ്ധിമുട്ടാണ്, അതെന്തൊരു വലിയ കാര്യമാണെന്നുള്ളത് മനസ്സിലാണത്. ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് നമുക്ക് വന്നാൽ തന്നെ നമുക്ക് വിശപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മണി അല്ലെങ്കിൽ ഫുഡ് ഇത് വേസ്റ്റ് ആക്കാതിരിക്കുക. കാരണം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതിൽ കുറേ ആൾക്കാർ എങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അവർക്ക് പൈസ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്നുകൂടി പ്രചോദനം ചെയ്യുന്നതിന് തുല്യമാണ്. ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ അച്ഛനും പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേട്ടോ. അപ്പോൾ വലിയ വീഡിയോ ഒന്നുമല്ല, എനിക്കാണെന്നൊരു ഇൻസ്റ്റൻറ്റ് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.